ഒരു പരാതി ഇല്ല എന്നതുകൊണ്ട് മാത്രം, അതായത് ആരും തനിക്കെതിരെ പരാതി നൽകിയില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു ത്രെഡ് അല്ലെങ്കിൽ ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രേഖാമൂലം ഉണ്ടായില്ല. ഈ വാക്കുകളിൽ മാത്രമായിട്ടാണ് ഇതെല്ലാം ഒതുങ്ങിയത്. ഈ ചാറ്റുകൾ വരുന്നു, ഈ സ്ത്രീകളടക്കം പലരും ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇതൊന്നും ഒരു പരാതിയായി എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. രാഹുലും പ്രധാനമായും പറയുന്ന കാര്യം അതാണ്, തനിക്കെതിരെ എങ്ങും എവിടെയും ഒരിടത്തും പരാതി ഉണ്ടായിട്ടില്ല. പാലക്കാട് DCCയിൽ എന്ന് പറയുന്നത് രാഹുലിനെതിരെ പരാതി അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ്. പാർട്ടിയിൽ പരാതിയില്ല. പിന്നെ ഈ പരാതി ഉണ്ടായിട്ടില്ല, റിട്ടേൺ ആയിട്ടുള്ള പരാതി ഉണ്ടായിട്ടില്ല, രേഖാമൂലമുള്ള പരാതി ഉണ്ടായില്ല. അതാണോ ഇതിൻ്റെ ഈ നടപടികളൊക്കെ ആര് പറഞ്ഞു പരാതി ഉണ്ടായിട്ടില്ല എന്ന്? ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പരാതി. പക്ഷെ ഞാൻ അത് പറയാത്ത എന്താന്ന് വെച്ചാൽ പിന്നെ ആളുടെ ജീവന് ഞാൻ സംരക്ഷണം കൊടുക്കേണ്ടി വരും. മല്ലികാർജുൻ ഖാർഗെക്ക് വരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാനും ഈ പാർട്ടിയിലേതായിട്ടുള്ള ആൾക്കാരല്ലേ, എനിക്കും ഉണ്ട് അവിടെ മാനസിക ബന്ധങ്ങളും ഇതൊക്കെ അടുപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവരെല്ലാവരോടും പറയണമുണ്ട്. അതിനുള്ള തെളിവും പലരുടെ കയ്യിലുണ്ട്. പിന്നെ പരാതി ലഭിച്ചില്ല എന്ന് പറയുന്നത് ഇവരുടെ സ്ഥിരം സൂക്കേടാണ്. എന്താ, ഞാൻ എത്രയോ പ്രാവശ്യം പരാതി കൊടുത്ത ആളാ. എപ്പോഴെങ്കിലും അവർ സമ്മതിച്ചിട്ടുണ്ടോ പരാതി കിട്ടിയിട്ടുണ്ടെന്നെ? പറഞ്ഞിട്ടില്ലല്ലോ. ഈ പാർട്ടികളിലെ പരാതിക്കപ്പുറം നിയമപരമായി ഇതിനെ നേരിടേണ്ട രീതിയിൽ അല്ലെങ്കിൽ നിയമപരമായി കൈകാര്യം ചെയ്യുന്ന തലത്തിലേക്ക് ഒരു പരാതി എത്തിയിട്ടില്ല എന്നാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ധൈര്യം. അതായിരിക്കാം. പക്ഷെ അത് എങ്ങനെയാണെങ്കിൽ അതും ചെയ്യേണ്ടി വരും അവർക്ക്, സ്ത്രീകൾക്ക്. കാരണം പലരും ഇന്ന് പുറത്തേക്ക് പറയാത്തത് ഒരു സ്ത്രീയോട്, ഒരു പുരുഷനോട് ചോദിക്കണ മാതിരിയല്ല സ്ത്രീയോട് ചോദിക്കുമ്പോൾ പല കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ പോലീസിന്റെ ആയാലും ആരുടെ ആയാലും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പലരും ഒഫീഷ്യലായിട്ട്. പക്ഷെ പാർട്ടിയുടെ കാര്യത്തിൽ ഇപ്പൊ പാർട്ടിയല്ലേ സസ്പെൻഡ് ചെയ്ത്, അപ്പൊ പാർട്ടിയോട് പരാതി ആദ്യം പറഞ്ഞു നോക്കൂ അവര്. പക്ഷെ അത് കിട്ടിയില്ല എന്ന് പറയുന്നത് ശരിയല്ലാത്തൊരു നടപടിയാണ്. അത് ചിലപ്പോ ഇപ്പൊ തെളിവോടുകൂട്ട് അതും പുറത്തേക്ക് വരും. ഇവര് പറഞ്ഞ് ആരെ ഇതാക്കാനാ നിൽക്കണേ? കണ്ണ് കെട്ടാനാണ്. പരാതി കിട്ടിയിട്ടുണ്ടെന്നും പരാതി എവിടേക്കൊക്കെ പോയിട്ടുണ്ടെന്നുള്ളൊക്കെ നമുക്കറിയാം. പല ഓഫീസുകളിലും ചവറ്റുകൊട്ടയിലും ഉണ്ടാവും ആ പരാതികൾ. അതുകൊണ്ട് പിന്നെ എനിക്ക് കാണില്ലല്ലോ ആ പരാതിയൊക്കെ കിട്ടിയിട്ടുണ്ട്, എല്ലാ സ്ഥലത്തേക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവരത് സമ്മതിക്കില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കേണ്ടത് കോൺഗ്രസിൽ ചില നേതാക്കൾക്ക് ഇപ്പൊ അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കേണ്ടു. ശ്രീമതി പത്മജ, താങ്കൾ തന്നെ പറഞ്ഞു വളരെ മുൻപ് തന്നെ മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ളവർക്ക് ഈ പരാതി നൽകിയതാണ്. പക്ഷേ എന്തോരം വൈകി ഇതൊന്ന് പുറത്തു വരാൻ, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഇത്തരം ആരോപണങ്ങളൊക്കെ വരാൻ? താങ്കൾ അടക്കമുള്ളവർ ഇതറിഞ്ഞിട്ടും അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അന്ന് മറ്റേ മല്ലികാർജുൻ ഖാർഗെക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ ഈ 2 ദിവസത്തിനുള്ളിൽ അറിഞ്ഞത്. അതിന്റെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ കയ്യിൽ അതിന്റെ പേപ്പർ ഉണ്ടെങ്കിലും ഞാൻ പുറത്തു വിടാത്ത ഒരു പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകനാണ് അത് കൊടുത്തത്. അയാളുടെ ജീവനിൽ അയാൾക്ക് പേടിയുണ്ട്. ഈ നേതാക്കളൊക്കെ എന്താ രാഹുൽ മാങ്കൂട്ടം തന്നെ ആ പെണ്ണിനോട് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ എനിക്ക് കൊല്ലാൻ അധികം സമയം വേണ്ടാന്ന്. ആ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരെ ഇവര് പേടിക്കുന്നതിന് എന്താ തെറ്റ്? സാധാരണ പ്രവർത്തകൻ. ഞാൻ അതുകൊണ്ടാണ് അയാളുടെ സ്വകാര്യത ഞാൻ പുറത്തു വിടാതിരിക്കാനാണ് ഞാൻ അത് മിണ്ടാണ്ടിരുന്നത്. പക്ഷെ ഈ പരാതി കിട്ടിയില്ല എന്നിങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ പരാതിയുടെ കോപ്പി വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാനിപ്പോ പുറത്തേക്ക് കൊടുക്കാൻ അത് ആഗ്രഹിക്കുന്നില്ല. കാരണം ആ പാവപ്പെട്ട പ്രവർത്തകന്റെ ജീവന് എനിക്ക് ഉറപ്പ് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ശ്രീമതി പത്മജ വേണുഗോപാൽ, അത്തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ അത് അങ്ങനെ പുറത്ത് കൊണ്ടുവരികയല്ലേ വേണ്ടത്? കാരണം ആ ഒരു വ്യക്തിയുടെ ജീവനും മറ്റും സുരക്ഷിതത്വം ഒരുക്കാനാണ് ഇവിടെ നിയമ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ. നമ്മൾ എത്ര നാൾ ഇങ്ങനെയുള്ളവരെയൊക്കെ മൂടിക്കെട്ടിവെച്ച് അല്ലെങ്കിൽ പരാതിയൊന്നും ഇല്ല എന്ന രീതിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകാൻ സാധിക്കും? ഓരോരുത്തരെയും ഇങ്ങനെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നത് ഇത്തരത്തിലുള്ള കൂടുതൽ ആളുകൾക്ക് വളമാവുകയാണ്. ഈ പറഞ്ഞ റിനി എന്ന് പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിനെയൊക്കെ ഇതിന്റെ ഒരു ദുഷ്പേരിൽ നിന്നും ഇതിന്റെ ഒരു മോശം ഇതിൽ നിന്നൊക്കെ മോചിപ്പിക്കാനാണ് ഇത്തരം പ്രതികരണങ്ങളെങ്കിൽ അതിന് മുൻകൈ എടുക്കേണ്ടത് ഒരുപക്ഷെ താങ്കളെ പോലുള്ള മുതിർന്ന നേതാക്കൾ തന്നെയാണ്. എനിക്ക് നേതൃത്വത്തിന് ഒരു പേടിയില്ല. പക്ഷെ എനിക്ക് സാധാരണ കോൺഗ്രസ് പ്രവർത്തകര് അവരൊത്തിരി കാലം എന്നെ സ്നേഹിച്ചിട്ടുള്ള ആളുകളാണ്. അവരുടെ ജീവൻ എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞത് പരാതിയില്ല എന്ന് പറയരുത് എന്ന് പറയാനാണ്. ഇനിയെങ്കിലും അവർ പരാതിയില്ല എന്നുള്ളത് പറയരുത്.